ഓടുന്ന ഓട്ടോറിക്ഷയിൽ യുവതിക്കെതിരെ ഡ്രൈവറുടെ ലൈംഗികാതിക്രമം. താനൂർ സ്വദേശി അറസ്റ്റിൽ. ഓട്ടോയിൽ നിന്ന് ചാടിയ യുവതിക്ക് പരുക്കേറ്റു. താനൂർ പുതിയ കടപ്പുറം സ്വദേശി ഷബീറിനെ തിരുവനന്തപുരത്ത് നിന്നാണ് സാഹസികമായി പിടികൂടിയത്. മറ്റൊരു സംഭവത്തിൽ യുവതിയെ കയറിപ്പിടിച്ചതിന് പുത്തനത്താണി സ്വദേശിയെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. താനൂരിലും പുത്തനത്താണിയിലുമായാണ് 2 പേർ അറസ്റ്റിലായത്. താനൂരിൽ ഓടുന്ന ഓട്ടോറിക്ഷയിൽ യുവതിക്കെതിരെ ഡ്രൈവർ ലൈംഗികാതിക്രമം നടത്തുകയും ഓട്ടോയിൽ നിന്ന് ചാടിയതിനെ തുടർന്ന് യുവതിക്ക് പരുക്കേൽക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. താനൂർ പുതിയ കടപ്പുറം സ്വദേശി ഷബീറിനെ തിരുവനന്തപുരത്ത് നിന്നാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 19-നാണ് കാളാട് നിന്ന് മൂലക്കലിലേക്ക് ഓട്ടം വിളിച്ച യുവതിക്ക് നേരെ ഷബീർ ലൈംഗികാതിക്രമം നടത്തിയത്. കണ്ണാടിയിലൂടെ ലൈംഗിക ചുവയോടെ നോക്കുകയും വീഡിയോ കോളിലൂടെ മറ്റൊരാൾക്ക് യുവതിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്തതോടെ യുവതി ഓട്ടോ നിർത്താൻ ആവശ്യപ്പെട്ടു. വാഹനം നിർത്താത്തതിനെ തുടർന്ന് പുറത്തേക്ക് ചാടിയ യുവതിക്ക് പരുക്കേറ്റിരുന്നു. യുവതിയുടെ മൊഴിയിൽ കേസെടുത്ത താനൂർ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തിരുവനന്തപുരത്തേക്ക് കടന്ന പ്രതിയെ അവിടെ എത്തി പിടികൂടുകയായിരുന്നു. പുത്തനത്താണിയിൽ ഇക്കഴിഞ്ഞ 18-നാണ് യുവതിക്കെതിരെ അതിക്രമമുണ്ടായത്. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവതിയെ കയറിപ്പിടിച്ച സംഭവത്തിലാണ് പ്രതി പുത്തനത്താണി സ്വദേശി അബ്ദുൽ കരീമിനെ കൽപ്പകഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ സലീം അറസ്റ്റ് ചെയ്തത്. താനൂരിലെ ഓട്ടോ ഡ്രൈവറെ പിടികൂടിയ സംഘത്തിൽ താനൂർ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം, സബ് ഇൻസ്പെക്ടർമാരായ സുജിത് NR, സുകീഷ് കുമാർ, പ്രമോദ്, ASI നിഷ, സെബാസ്റ്റ്യൻ, രാകേഷ്, സലേഷ്, വിനീത്, ഷിബു, അനിൽ എന്നിവരും ഉണ്ടായിരുന്നു. പ്രതിയെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി. കേരള വിഷൻ, താനൂർ.